ചാനലാംഗളന്മാരുടെ ഒരു ആവേശം കണ്ടിട്ടേ സഹിക്കാൻ പറ്റുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് യുവമാരുടെ മുന്നിലൂടെയൊക്കെ കയ്യാമം വെച്ച് ഇങ്ങനെ നടത്തിക്കണം. എന്നാലേ യുവമാർക്ക് ആശ്വാസം കിട്ടുള്ളൂ. എന്താ പറയുക, യുവമാരൊക്കെ പുണ്യാളന്മാരല്ലേ, അടുത്ത കൈക്കുപ്പിടാ പുണ്യാളന്മാർ. ഇവനെന്താണ്, അർദ്ധരാത്രിയിൽ സൂര്യ ഉദിച്ച് നോക്കണം. ഇവന്റെയൊക്കെ പുണ്യാളത്വവും ഈ പറയുന്ന സത്യസന്ധതയും സുതാര്യതയും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ചിലരുടെതൊക്കെ ചില ഭാഗത്തൊക്കെ ഉദിച്ചിട്ടുണ്ട്. അവരും ഇങ്ങനെ പറയുന്നുണ്ട്, അയാൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കോടതി ശിക്ഷിക്കട്ടെ എന്ന്. ഇവിടെ പോലീസുണ്ട്, കോടതിയുണ്ട്. പിന്നെ മുൻകൂർ ജാമ്യത്തിന് പോലീസിന് പിടികൊടുത്തിട്ട് അയാളെ ലോക്കപ്പ് ചെയ്ത് പറ്റുന്ന റിമാൻഡ് ചെയ്തതിന് ശേഷമാണ് മുൻകൂർ ജാമ്യത്തിന് പോണത്. മുൻകൂർ ജാമ്യം എന്ന് പറഞ്ഞൊരു സംഗതി എന്തിനാ? പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്, അറസ്റ്റ് ചെയ്ത ജാമ്യം കിട്ടാൻ വേണ്ടി മുമ്പേ കോടതി പോകാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും ആരും ചെയ്യാത്താണല്ലോ അല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിലാണല്ലോ ഇത് ആദ്യം ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് വന്നതെന്ന് മാമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എന്റെ കാഴ്ചപ്പാടിൽ ഒരു തെറ്റേ അയാൾ ചെയ്തുള്ളൂ. ഒരു പൊതുപ്രവർത്തകനായതുകൊണ്ട് ഒരല്പം ശ്രദ്ധ പാലിക്കണമായിരുന്നു. അത് അയാൾ ചെയ്തില്ല. ബാക്കിയൊക്കെ ആസൂത്രിതമാണ്, എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അയാളെ അങ്ങനെ കുരുക്കിടൊന്നും വേണ്ട. അയാൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അയാൾ അനുഭവിക്കട്ടെ. ബാക്കിയുള്ള മുഴുവൻ ഇങ്ങനെ ക്രൂശിക്കാൻ മറ്റു കാര്യങ്ങൾ നിന്നു തരാനൊന്നുമില്ല. രാഹുലിനോടൊപ്പം ആ ഒരു കാര്യത്തിൽ ഇനി ആരൊക്കെ എതിർത്താലും ഞാനുണ്ടാവും. തെറ്റിന് മാത്രം നമ്മൾ എതിർത്താൽ മതി. അല്ലാതെ വേണ്ടാത്തനും വേണമെന്നതിനും മുഴുവൻ എതിർത്തുകൊണ്ട് പുണ്യാളം ചമയൊന്നും വേണ്ടാലും.